നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് ടാക്സിനെ കുറിച്ചാണ്. എന്താണ് അഡ്വാൻസ് ടാക്സ്? സാമ്പത്തിക വർഷാവസാനം ഒറ്റത്തവണയായി ആദായ നികുതി അടയ്ക്കുന്നതിനു പകരം മുൻകൂറായി ആദായ നികുതി അടയ്ക്കുന്ന ഒരു സംവിധാനമാണ് അഡ്വാൻസ് ടാക്സ്. വരുമാനം നേടുന്നതനുസരിച്ച് ഗഡുക്കളായി നികുതി അടയ്ക്കുന്നത് പോലെയാണ് ഇത്. ആദായ നികുതി വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന തീയതികളിൽ ഇൻസ്റ്റാൾമെന്റുകളായി പണം അടയ്ക്കേണ്ടതുണ്ട്. എന്നൊക്കെയാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്? ഇൻഡിവിജ്വൽ ടാക്സ് പെയറോ, പാർട്ണർഷിപ്പ് ഫേമോ, കോർപ്പറേറ്റ് ടാക്സ് പെയറോ ആണെങ്കിൽ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്. ടോട്ടൽ ഇൻകം ടാക്സിന്റെ 15% ജൂൺ 15-നോ അതിനു മുമ്പായോ അടയ്ക്കണം. 45% സെപ്റ്റംബർ 15-നോ അതിനു മുമ്പായോ അടയ്ക്കണം. 75% ഡിസംബർ 15-നോ അതിനു മുമ്പായോ അടയ്ക്കണം. 100% മാർച്ച് 15-ന് മുമ്പായി അടയ്ക്കണം. നിങ്ങൾ പ്രിസംറ്റീവ് ടാക്സേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ടാക്സ് പെയർ ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം 44AD അല്ലെങ്കിൽ 44ADA സെക്ഷൻ ഉപയോഗിച്ച് ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ 100% അഡ്വാൻസ് ടാക്സും മാർച്ച് 15-ന് മുമ്പായി അടയ്ക്കണം. ആരൊക്കെയാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്? ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ നികുതി ബാധ്യത TDSഉം TCSഉം കുറച്ചതിനു ശേഷം 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതാണ്. ശമ്പള ജീവനക്കാരും ബിസിനസ്സുകാരും ഫ്രീലാൻസറും ആരുമായിക്കോട്ടെ എല്ലാവർക്കും ഇത് ബാധകമാണ്. 60 വയസ്സിന് മേൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ മാത്രം അഡ്വാൻസ് ടാക്സ് അടച്ചാൽ മതി. ബിസിനസ് ഇൻകം ഇല്ലാത്ത സീനിയർ സിറ്റിസൺസ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതില്ല. അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ITR ഫയൽ ചെയ്യുന്ന സമയത്ത് വലിയൊരു നികുതി അടയ്ക്കലിൽ നിന്നും നിങ്ങൾ ഒഴിവാകുന്നു. നികുതി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാകുന്നു. നിങ്ങളുടെ സാമ്പത്തികം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാമാണ്? മുൻകൂർ നികുതി അടയ്ക്കുന്നതിൽ പരാജയപ്പെടുകയോ പേയ്മെന്റ് വൈകിപ്പിക്കുകയോ ചെയ്താൽ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 234B 234C പ്രകാരം പലിശ ഈടാക്കാൻ കാരണമാകും. കുറഞ്ഞ നികുതി അടച്ച് പിഴകൾ ഈടാക്കുന്നത് ഒഴിവാക്കാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ വരുമാനം കൃത്യമായി കണക്കാക്കുക. ITR ഫയൽ ചെയ്യുന്നതിനായി അഡ്വാൻസ് ടാക്സ് അടച്ച ചെല്ലാന്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുക. അഡ്വാൻസ് ടാക്സ് എങ്ങനെ കണക്കാക്കാം? ഒരു സാമ്പത്തിക വർഷത്തിൽ വിവിധ വരുമാന ഉറവിടങ്ങളിൽ നിന്ന്, അതായത് ക്യാപിറ്റൽ ഗെയിൻസ്, റെന്റൽ ഇൻകം, പ്രൊഫഷണൽ ഇൻകം, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഇൻകം, സാലറി, അങ്ങനെ ഏത് സോഴ്സും ആകട്ടെ, നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം വരുമാനം കണക്കാക്കുക. ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ടാക്സ് പെയർ ആണെങ്കിൽ ATC, ATD മുതലായിട്ടുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കാം. നെറ്റ് ഇൻകത്തിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ് പ്രകാരം ടാക്സ് കണക്കാക്കുക. ഇതിൽ നിന്നും TDS, TCS തുക കുറയ്ക്കുക. കുറച്ചതിന് ശേഷം നിങ്ങളുടെ നികുതി ബാധ്യത 10,000 കവിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അഡ്വാൻസ് ടാക്സ് ഓൺലൈനായി എങ്ങനെ അടയ്ക്കാം? ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടൽ സന്ദർശിക്കുക. ഹോം പേജിന്റെ ഇടതുവശത്ത് ക്വിക്ക് ലിങ്ക് വിഭാഗത്തിൽ പേ ടാക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാൻ നമ്പർ നൽകി അത് സ്ഥിരീകരിക്കാൻ വീണ്ടും നൽകുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലഭിച്ച 6 അക്ക OTP നൽകി തുടരുക. ഇൻകം ടാക്സ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ആദ്യ ബോക്സ് തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ചെയ്യുക. കറന്റ് ഫിനാൻഷ്യൽ ഇയർ 2024-25 ആയതുകൊണ്ട് അസസ്മെന്റ് ഇയർ 2025-26 ആയും പേയ്മെന്റ് ടൈപ്പ് അഡ്വാൻസ് ടാക്സ് ആയും തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ടാക്സ് എമൗണ്ട് നൽകി തുടരുക. പേയ്മെന്റ് രീതിയും ബാങ്കും തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ചെയ്യുക. കാർഡ് പേയ്മെന്റോ UPI വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും. പ്രിവ്യൂവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് പേ നൗ നൽകുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് സബ്മിറ്റ് ടു ബാങ്ക് ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ചെല്ലാൻ ലഭിക്കും. ഒരു ചെല്ലാന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ പേര്, പാന്, ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, എമൗണ്ട്, എമൗണ്ട് അടച്ച ഹെഡ്, ചെല്ലാൻ നമ്പർ, BSR കോഡ്, ഡേറ്റ്, ബാങ്കിന്റെ പേര്, ഇവയെല്ലാം ലഭ്യമാണ്. ഭാവിയിലെ റെഫറൻസിനായി ഈ ചെല്ലാന്റെ ഒരു കോപ്പി സൂക്ഷിക്കുക. 4 തവണയായി അടയ്ക്കേണ്ട അഡ്വാൻസ് ടാക്സിന്റെ കാൽക്കുലേഷൻ ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു വ്യക്തിയുടെ ടോട്ടൽ ടാക്സ് എമൗണ്ട് 1,54,000 രൂപയാണെങ്കിൽ അതിന്റെ കൂടെ എഡ്യൂക്കേഷൻ സെസ് 4% കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 1,60,160 രൂപയാണ്. ഇതിൽ നിന്നും TDSഉം TCSുമായിട്ടുള്ള 15,000 രൂപ ഡിഡക്ട് ചെയ്താൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 1,45,160 രൂപയാണ്. ഇതാണ് നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ട അഡ്വാൻസ് ടാക്സ് എമൗണ്ട്. ഈ കേസിൽ
അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെന്റ്സ് നോക്കിയാൽ ജൂൺ 15-നോ അതിനു മുമ്പായോ 15% അഡ്വാൻസ് ടാക്സ്, അതായത് 21,770 രൂപ അടയ്ക്കണം. ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയതുകൊണ്ട് അതുവരെ അടച്ച അഡ്വാൻസ് ടാക്സ് എമൗണ്ട് 0 ആണ്. അതുകൊണ്ട് അടയ്ക്കേണ്ട എമൗണ്ട് 21,770 രൂപയാണ്. ആ വ്യക്തി ആ ഇൻസ്റ്റാൾമെന്റിൽ 15,000 രൂപ മാത്രമേ അടച്ചുള്ളൂ. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയി സെപ്റ്റംബർ 15-നോ അതിനു മുമ്പായോ അഡ്വാൻസ് ടാക്സിന്റെ 45% അടയ്ക്കണം. അതായത് 1,45,160 രൂപയുടെ 45% 65,320 രൂപ. അതുവരെ അടച്ച അഡ്വാൻസ് ടാക്സ് എമൗണ്ട് 15,000 രൂപ കുറച്ചാൽ ബാക്കി 50,320 രൂപ അഡ്വാൻസ് ടാക്സ് ആയി അടയ്ക്കണം. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ച എമൗണ്ട് 11,000 രൂപ മാത്രമാണ്. തേർഡ് ഇൻസ്റ്റാൾമെന്റ് ഡിസംബർ 15-നോ അതിനു മുമ്പായോ അഡ്വാൻസ് ടാക്സിന്റെ 75% അടയ്ക്കണം. അതായത് 1,45,160 രൂപയുടെ 75% 1,08,870 രൂപ. അതുവരെ അടച്ച അഡ്വാൻസ് ടാക്സ് എമൗണ്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ അടച്ച 15,000 രൂപയും സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ അടച്ച 11,000 രൂപയും കൂട്ടി 26,000 രൂപ കുറച്ചാൽ ബാക്കി 82,870 രൂപ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കണം. തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആ വ്യക്തി അടച്ച എമൗണ്ട് 18,000 രൂപയാണ്. ഫോർത്ത് ഇൻസ്റ്റാൾമെന്റ് മാർച്ച് 15-നോ അതിനു മുമ്പായോ അഡ്വാൻസ് ടാക്സിന്റെ ഫുൾ എമൗണ്ടും അടയ്ക്കണം. അതായത് 1,45,160 രൂപയുടെ 100% അടയ്ക്കണം. അതുവരെ അടച്ച അഡ്വാൻസ് ടാക്സ് എമൗണ്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ അടച്ച 15,000 രൂപയും സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ അടച്ച 11,000 രൂപയും തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ അടച്ച 18,000 രൂപയും കൂട്ടി 44,000 രൂപ കുറച്ചാൽ ബാക്കി 1,01,160 രൂപ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി ITR ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് പല ഗഡുക്കളായി ആ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുമ്പേ അഡ്വാൻസ് ടാക്സ് ആയി നിക്ഷേപിക്കണം. അഡ്വാൻസ് ടാക്സിന്റെ അവസാന ഗഡു അടയ്ക്കേണ്ടത് മാർച്ച് 15-നുള്ളിലാണ്. അതിനു മുമ്പായി നിങ്ങളുടെ അഡ്വാൻസ് ടാക്സ് കൃത്യമായി കണക്കാക്കി അടയ്ക്കാൻ ശ്രമിക്കുക. താങ്ക് യു. നിങ്ങളുടെ നികുതി മുൻകൂറായി സമയബന്ധിതമായി അടയ്ക്കുന്നത് രാജ്യത്തുടനീളം കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും. മാർച്ച് 15-നകം മുൻകൂർ നികുതിയുടെ അവസാന ഗഡു അടച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് ഉത്തേജകമാകും. ഓരോ നികുതിദായകനും രാഷ്ട്ര നിർമ്മാതാവാണ്.